BJPയുടെ അഗ്നിമിത്ര പോൾ അസൻസോളിലെ ഒരു MLA ആണ്. ആ അർത്ഥത്തിൽ TMCക്ക് ആധിപത്യമുള്ള ഒരു പ്രദേശത്ത്. പക്ഷേ അവർ 2021 മുതൽ ഇവിടെ ശക്തമായ ഒരു സാന്നിധ്യമാണ്. അഗ്നിമിത്രജി, ഞാൻ നിങ്ങളോട് ചോദിച്ചുകൊണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അസൻസോളിൽ നിങ്ങളുടെ പ്രധാന പ്രചാരണ വിഷയം എന്താണ്? നിങ്ങൾ 5 വർഷമായി MLA ആണ്. നിങ്ങൾ നേരിടുന്നത് TMCയിൽ നിന്നുള്ള ശക്തനായ ഒരു എതിരാളിയെയാണ്. എന്റെ എതിരാളി ശക്തനല്ല. എന്റെ എതിരാളി മമത ബാനർജിയാണ്. ABCD അതാരായാലും അല്ല. മാത്രമല്ല, എതിരാളി ശക്തനല്ല. കാരണം ബംഗാളിലെ ജനങ്ങൾക്ക് ഈ എതിരാളിയിൽ നിന്നും, TMCയിൽ നിന്നും, മമതാ ബാനർജിയിൽ നിന്നും ഒന്നും ലഭിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ലഭിച്ചത് അറിയാമല്ലോ, പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് എന്റെ വാഗ്ദാനങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയാതെ പോയതെല്ലാം ഞങ്ങളത് ചെയ്യാൻ പോകുന്നു. ഞങ്ങൾ ജോലികൾ കൊണ്ടുവിടും. അതെ, അത് അറിയാമല്ലോ. മമതാ ബാനർജി വാഗ്ദാനം ചെയ്ത ഇരട്ടി ജോലികൾ. പക്ഷേ എല്ലാ വീട്ടിലുമുണ്ട്. നിങ്ങൾക്കറിയാമോ? അതെ. ജോലി കിട്ടാതെ ബംഗാളിന് പുറത്തുപോയ ഒരു യുവതലമുറ. അങ്ങനെയെങ്കിൽ എനിക്കൊന്ന് ചോദിക്കട്ടെ, മാഡം, നിങ്ങൾ ജോലിയെയും തൊഴിലിനെയും പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ എതിരാളികൾ വാദിക്കുന്നത് പോലെ ഈ കുറ്റം കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെയല്ലേ? നിങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ വ്യവസായങ്ങളെ നോക്കുമ്പോൾ അതെ, അവയിൽ പലതും അടഞ്ഞുകിടക്കുകയാണ്. അവയിൽ പലതും കേന്ദ്ര യൂണിറ്റുകൾ കൂടിയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെ ഒരു വ്യവസായം കൊണ്ടുവന്നാൽ മമതാ ബാനർജി നിങ്ങൾക്ക് ഒരിക്കലും ഭൂമി തരില്ല. 63 രേവതി പ്രോജക്റ്റുകൾ നിലച്ചിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന് നല്ല പേര് കിട്ടുമെന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവർ ഭൂമി നൽകുന്നില്ല. ഞങ്ങൾക്ക് ഭൂമി കിട്ടുന്നില്ല. നിങ്ങൾക്കറിയാമോ, ഞങ്ങളുടെ അന്താരാഷ്ട്ര ഫെൻസിംഗ് ചെയ്യുന്നതിന്. ഇതൊക്കെ വെറും വാചകമടിയാണെന്നും അവസാനം അവർക്ക് കേന്ദ്രത്തോടൊപ്പം പ്രവർത്തിക്കാനാണ് താൽപ്പര്യമെന്നും എന്നാൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് കേന്ദ്രമാണെന്നും പറഞ്ഞ് TMC ഒരുപക്ഷെ ഇതിനോട് പ്രതികരിച്ചേക്കാം. മറ്റുള്ള BJP ഇതര സംസ്ഥാനങ്ങൾ ഒരുപക്ഷെ മോദിജിയോടൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചേക്കാം. എന്നാൽ മമതാ ബാനർജിക്ക് മോദിജിയോടൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹമില്ല. നിങ്ങൾ ധാരാളം വ്യവസായങ്ങളുള്ള ഒരു സ്ഥലത്താണ്. ഒരു പ്രതിനിധി എന്ന നിലയിൽ അവയിൽ ചിലത് തുറപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് കുറഞ്ഞത് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിനോ എന്തായിരിക്കും നിങ്ങളുടെ പദ്ധതി? നോക്കൂ, ഞാൻ പ്രകടന പത്രിക കമ്മിറ്റിയുടെ ഭാഗമാണ്. ഞാൻ പ്രകടന പത്രിക കമ്മിറ്റിയുടെ കൺവീനറാണ്. പിന്നെ അല്ല. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ പേര് വന്നില്ല. അല്ല പോലും ലിസ്റ്റിൽ അല്ല. ഒട്ടും. 2000 മുതൽ വോട്ടർ പട്ടികയിലുള്ള 3 പേരുടെ പേര് ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ ഇതുവരെ അത് വന്നിട്ടില്ല. ആരാ? ഇത് ഏത് വാർഡാണ്? അത് ഏത് വാർഡ്? ഇല്ല. പക്ഷേ ഇത് തെറ്റാണ്. ഇത് ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി. അയാളുടെ SIR ഫോം മാത്രമേ വരൂ. 42. അത് 42. ശരി, അത് കിട്ടുമെങ്കിൽ കുഴപ്പമില്ല. അത് 42 40 ആകാം. വാർഡ് കാർഡ് മാറ്റി എന്റെ മരുമോന് കൊടുക്ക്. മരുമോനെ, ഇവര് നിന്നെക്കുറിച്ചല്ല കാര്യം. സുധീറിനോട് അങ്കിളിനോട് സംസാരിക്കാൻ പറ. ശരി, അങ്കിളിനോട് സംസാരിക്കുക. അങ്കിളിന്റെ നമ്പർ വാങ്ങി സുധീറിനോട് സംസാരിക്കുക. നമ്മൾ ജോലിയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഇതൊരു തർക്ക വിഷയമാണ്, അല്ലേ? ഈ SIR എന്ന സംഭവം അറിയാമോ? ഒരുപാട് വിമർശനങ്ങളുണ്ട്. നിങ്ങളുടെ മുന്നിൽ വെച്ച് ഒരാൾ അവരുടെ പേരുകൾ SIR-ലില്ലെന്ന് പറയുന്നത്. അതെ, ആളുകളുടെ പേര് വെട്ടുന്നു. ഇത് BJPയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് TMC ആരോപിക്കുന്നു. നിങ്ങൾ എന്തു പറയുന്നു? ഇലക്ഷൻ കമ്മീഷന് വേണ്ടി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെ നൽകിയത് BJP അല്ല, അത് നൽകിയത് മമതാ ബാനർജിയാണ്. പക്ഷെ നിങ്ങൾക്കിവിടെ ഒരു മൈക്രോ ഒബ്സർവർ സാഹചര്യമുണ്ടായിരുന്നു. തീർച്ചയായും അതിനുശേഷം നിങ്ങൾക്കൊരു നീതിന്യായ പരിശോധനയും ഉണ്ടായിരുന്നു. മൈക്രോ ഒബ്സർവർമാർ വളരെ വൈകിയാണ് വന്നത്. അപ്പോഴേക്കും നിങ്ങൾക്കറിയാമല്ലോ, കുഴപ്പങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഈ ആളുകളെല്ലാം BLO, ERO, RRO എല്ലാവരും, ARO എല്ലാവരും സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാണ്. പേരുകൾ അപ്ലോഡ് ചെയ്യരുതെന്ന് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണിപ്പോൾ BJPയെ കുറ്റപ്പെടുത്തുന്നത്? നിങ്ങളാണെന്ന് പറഞ്ഞ് ഇന്നലെ TMC വലിയ രീതിയിൽ രംഗത്ത് വന്നിട്ടുണ്ട്. അതെ, എന്റെ വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്തിരിക്കുന്നു. TMC ഇന്നലെ വലിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, പുറത്തുനിന്നുള്ള വോട്ടർമാരെ സംസ്ഥാനത്ത് വോട്ടർമാരായി രജിസ്റ്റർ ചെയ്യാൻ BJP ശ്രമിക്കുന്നുവെന്ന്. അതാണ് അഭിഷേക് ബാനർജിയും TMCയും ഇന്നലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ വോട്ടർമാരുടെ കാര്യം എന്തായിരുന്നു? അവർക്ക് വോട്ടർമാരെ കിട്ടിയിട്ടുണ്ട് ഇല്ലെന്ന്. നിങ്ങൾ പുറത്തുനിന്നുള്ള വോട്ടർമാരെ ഫോം 6 പ്രകാരം രജിസ്റ്റർ ചെയ്യിക്കുന്നു. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുമായി ഒത്തുകളിക്കുന്നു. എല്ലാം ശുദ്ധ അസംബന്ധമാണ്. കാരണം അഭിഷേക് ബാനർജിക്ക് അറിയാം. അതായത് അഭിഷേക് ബാനർജി മാത്രമല്ല, TMCയും സഖ്യകക്ഷികളും ഇന്ത്യ സഖ്യകക്ഷികളും
അവർ ജയിച്ചാൽ EVM-ഉം തിരഞ്ഞെടുപ്പ് കമ്മീഷനുമൊക്കെ അവർക്ക് പ്രശ്നമില്ല. അവർ തോറ്റാൽ അവർക്ക്, നിങ്ങൾക്കറിയാമോ, 1001 നിങ്ങൾക്കറിയാമോ ആരോപണങ്ങളുണ്ടാകും. പക്ഷെ താങ്കളുടെ അഭിപ്രായത്തിൽ മാഡം, ആശിഷ്, ഇല്ല, ഇതെല്ലാം തെറ്റാണ്. ഈ SIR സാഹചര്യത്തെക്കുറിച്ച് താങ്കൾക്ക് എന്തു തോന്നുന്നു? ഇത്രയധികം വോട്ടർമാർ, അവർ ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് സമുദായത്തിൽപ്പെട്ടവരായാലും തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വോട്ടവകാശം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് അഭികാമ്യമാണോ? അവിടെയുള്ള ആ പ്രായമായ സ്ത്രീയെപ്പോലെ അവർക്കൊരു പക്ഷേ വോട്ട് ചെയ്യാൻ കഴിഞ്ഞേക്കില്ല. അതെ, അത് സംഭവിച്ചേക്കാം. അത് സംഭവിക്കുന്നുമുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാമോ, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്ദേശം ശരിയായിരുന്നു. കാരണം മമതാ ബാനർജിയും TMCയും അല്ലെങ്കിൽ TMC പോലുള്ള പാർട്ടികളും ഈ കള്ള വോട്ടർമാർ, മരിച്ച വോട്ടർമാർ, ഇരട്ട വോട്ടർമാർ, സ്ഥലം മാറിയ വോട്ടർമാർ, പിന്നെ റോഹിംഗ്യകളും നുഴഞ്ഞുകയറ്റക്കാരും ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരും മുഖേന ജയിക്കുന്നത് ഞങ്ങൾ തീർച്ചയായും ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഈ ആളുകളെ നമ്മുടെ വോട്ടർ പട്ടികയിൽ തുടരാനും നിങ്ങൾക്കറിയാമല്ലോ പദ്ധതികളുടെ എല്ലാ ആനുകൂല്യങ്ങളും നേടാനും നമ്മൾ എങ്ങനെ അനുവദിക്കും? പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഈ റോഹിംഗ്യകൾ എവിടെയാണ്? ഇലക്ഷൻ കമ്മീഷണർമാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ടെങ്കിൽ എന്തുകൊണ്ട് എവിടെയാ ലിസ്റ്റുകൾ? ഈ ആളുകൾ എവിടെയാണ്? നിങ്ങളുടെ മാധ്യമം. അവർ സംസാരത്തിലുണ്ടാകാം, പക്ഷെ രേഖകളിൽ അവരെവിടെയാണ്? അവർ ഓടിപ്പോയി. എവിടെ? അവർ SIR പ്രഖ്യാപിച്ചപ്പോൾ ബംഗ്ലാദേശിലേക്ക് ഓടിപ്പോയി. അവരെ ഇപ്പോൾ കിട്ടാനില്ല. ആ ഒരർത്ഥത്തിൽ അത് കേന്ദ്രത്തിന്റെ കുറ്റമല്ലേ എന്ന് നിങ്ങളുടെ എതിരാളികൾ ചോദിച്ചേക്കാം. BSF ഒരു കേന്ദ്ര സേനയാണ്. നുഴഞ്ഞുകയറ്റമുണ്ടെങ്കിൽ അത് കേന്ദ്രത്തിന്റെയും പ്രശ്നവും കുറ്റവുമാണ്. ഒരു പരിധിവരെ ഇത് കേന്ദ്രത്തിന്റെ പ്രശ്നമാണ്. കാരണം 500-ലധികം കിലോമീറ്റർ സുഷിരങ്ങളുള്ള അതിർത്തിയുണ്ട്. BSF അവിടെയുണ്ട് മാഡം, അവർ അവിടെയുണ്ട്. ആരെങ്കിലും അകത്തേക്ക് വന്നാൽ അത് BSFന്റെ തെറ്റാണ്. പക്ഷേ സുഷിരങ്ങളുള്ള അതിർത്തി അവിടെയുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് എനിക്ക് ഭൂമി നൽകാത്തത്? ഞാൻ വേലി കെട്ടാൻ തയ്യാറാണ്. 1001 തവണ HM ബഹുമാനപ്പെട്ട HM അമിത്ഷാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരി, അപ്പോൾ ഞാൻ നിങ്ങളോടും ചോദിക്കാം. മാഡം, ഞാൻ നിങ്ങളുടെ ചില പ്രചാരണങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ആ അർത്ഥത്തിൽ ഹിന്ദുത്വത്തെയും നിങ്ങൾക്കറിയാമല്ലോ മതത്തെയും ഒരുപാട് ആശ്രയിക്കുന്നുണ്ട്. പക്ഷെ ചിലർ വാദിക്കുന്നത് ജോലിയുടെയും തൊഴിലിന്റെയും കാര്യത്തിൽ ഇത് മതിയാവില്ല എന്നാണ്. അതായത് വാചകമടി അതാണോ പ്രധാനമായി മാറിയത്? ഹിന്ദുത്വം പ്രധാനമാണ്, പക്ഷേ ജോലിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെ, ഹിന്ദുത്വം പ്രധാനമാണ്, പക്ഷേ വീട്, ജോലി, സ്ത്രീകൾക്കുള്ള സുരക്ഷ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബംഗാളിലെ ജനങ്ങളുടെ സുരക്ഷയാണ്. ആദ്യം നമുക്കൊരു ഭൂനയം വേണം. ഭൂനയമില്ല. അതെ, ആദ്യം നമ്മൾ ഭൂനയം നടപ്പിലാക്കും, എന്നിട്ട് വ്യവസായങ്ങൾ കൊണ്ടുവരും. ഫലഭൂയിഷ്ഠമായ ഭൂമിയുണ്ട്, തരിശുഭൂമിയുമുണ്ട്. നമ്മൾ വ്യവസായങ്ങൾ തരിശുഭൂമിയിൽ സ്ഥാപിക്കും. നമ്മൾക്ക് ആസൂത്രണമുണ്ടാകും. പിന്നെ ഞങ്ങളൊരു BJP ഒരു വളരെ വ്യവസായ അനുകൂല സർക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വ്യവസായങ്ങൾ കൊണ്ടുവരണം. പക്ഷേ കൃഷിയുള്ളപ്പോൾ TMC പറയുന്നത് നിങ്ങൾ കർഷക അനുകൂലരല്ല, നിങ്ങൾ വ്യവസായ അനുകൂലികൾ മാത്രമാണെന്നാണ്. നമ്മൾ വളരെ കർഷക അനുകൂലികളാണ്. അതാണ് കാരണം, അറിയാമല്ലോ. നിങ്ങളാണോ? തീർച്ചയായും. അതുകൊണ്ടാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും, നിങ്ങൾക്കറിയാമോ, കിസാൻ സമ്മാൻ നിധിയും വെള്ളം, വൈദ്യുതി, വളം എല്ലാത്തിനും സബ്സിഡിയും ലഭിക്കുന്നത്. TMCയുടെ തപസ് ബാനർജി അസൻസോൾ സൗത്തിൽ അഗ്നിമിത്ര പാലിനെ നേരിടുന്നു. അദ്ദേഹം കഴിഞ്ഞ ടൈമിൽ മറ്റൊരു മണ്ഡലത്തിലെ MLA ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിന്നാണ് മത്സരിക്കുന്നത്. അഗ്നിമിത്ര പാൽ പറഞ്ഞതിന് എനിക്ക് നിങ്ങളിൽ നിന്നൊരു മറുപടി വേണം. അവരുടെ വാദം ഇവിടുത്തെ വ്യാവസായിക തകർച്ച അത് നിങ്ങളുടെ സീറ്റിലെ ഒരു വലിയ പ്രശ്നമാണ് എന്നാണ്. അവർ പറയുന്നത് അത് നിങ്ങളുടെ കുറ്റമാണ്, മമതാ ബാനർജിയുടെ കുറ്റമാണ്, TMCയുടെ ഉത്തരവാദിത്തമാണ് എന്നാണ്. നിങ്ങൾ മറുപടി നൽകൂ. നിങ്ങൾക്കെന്തു പറയാനുണ്ട്? നോക്കൂ, ഇവിടുത്തെ ഏറ്റവും വലിയ വ്യവസായം കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ISP സെല്ലാണ്. മറ്റൊന്ന് ഈസ്റ്റേൺ കോൾഫീൽഡ്സ് ലിമിറ്റഡ് ആണ്. ഡൽഹിയിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ് ഈ മണ്ഡലത്തിലുള്ളത്. അതുകൊണ്ട് 5 വർഷം കൊണ്ട് ജനങ്ങൾ അവരോട് ചോദിക്കുന്നു, ഇത്രയും വലിയൊരു സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എത്ര വ്യവസായം, എത്ര സിസ്റ്റർ കൺസേൺ, എത്ര അനുബന്ധ യൂണിറ്റുകൾ ഇവിടെ സ്ഥാപിച്ചുവെന്ന്. ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് ഒരു കാര്യവുമില്ല. ആരോപണം നിങ്ങളും ഉന്നയിക്കുന്നുണ്ട്, എന്നാൽ അധികാരത്തിലിരിക്കുന്നവർക്ക് ആരോപണം ഉന്നയിക്കുന്നത് ചേർന്നതല്ല. താങ്കൾ ഒരു പരിചയസമ്പന്നനായ രാഷ്ട്രീയക്കാരനാണ്. താങ്കൾ പലതവണ MMLA ആയിട്ടുണ്ട്. അഗ്നിമിത്രയും ഒരു തവണ MLA ആയിട്ടുണ്ട്. നിങ്ങൾ പരിചയസമ്പന്നരായ രാഷ്ട്രീയക്കാരാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ സംസ്ഥാനത്ത് ഇത്രയധികം തൊഴിലില്ലായ്മയും കുടിയേറ്റവും ഉണ്ടാകുന്നത്? ഞാൻ ഉദ്ദേശിച്ചത് ദിവസാവസാനം നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, അല്ല? അത്രയുള്ളൂ. അപ്പോൾ ഈ സ്ഥലത്തേക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ വരുന്നുവെന്ന് ഉറപ്പാക്കാൻ ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിനെയോ കേന്ദ്രത്തെയോ സ്വാധീനിക്കാൻ കഴിയുമെന്ന് ഉറപ്പുവരുത്തുന്നതിന് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അത്രയുള്ളൂ. നോക്കൂ,
തൊഴിൽ ഉണ്ടാകുന്നതിന് മുമ്പ് വ്യവസായം ഉണ്ടാകണം. പക്ഷേ വ്യവസായം കൊണ്ടുവരേണ്ടതും അത് ചെയ്യാൻ കഴിയുന്നതും കേന്ദ്ര സർക്കാരാണ്. അതിന്റെ ഉത്തരവാദിത്തം അവർക്കാണ്. പക്ഷെ അവരെന്തു ചെയ്യുന്നു? അവഗണിക്കുന്നു. ഒരാൾ പറയില്ലേ, ഈ പയ്യനെ എനിക്ക് കാണണ്ട എന്ന്. അതുപോലൊന്ന് അവരുടെ മനസ്സിൽ പതിഞ്ഞുപോയി. നിങ്ങളുടെ പാർട്ടിയുടെ ഒരു വലിയ നയവും പ്രചാരണവും SIR കൂടിയാണ്. നിങ്ങൾ SIR-നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അവരോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങളുടെ വോട്ട് ബാങ്കും നുഴഞ്ഞുകയറ്റക്കാരും നിങ്ങളോടൊപ്പം നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ SIR-നെ എതിർക്കുന്നത് എന്നാണ്. ഇത് അവർ പറയുന്നതാണ്. അതാണ് അവർക്കും BJP-ക്കും പറയാനുള്ളത്. നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? നോക്കൂ, എത്ര നുഴഞ്ഞുകയറ്റക്കാരുണ്ടെന്ന് ആദ്യം അറിയട്ടെ. ഇത് ഇന്നുവരെ ആർക്കും അറിയില്ല. സുപ്രീം കോടതിക്കും അറിയില്ല, ജനങ്ങൾക്കും അറിയില്ല. കൂടാതെ ഇവർ നുഴഞ്ഞുകയറ്റക്കാരല്ല. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, SIR-ന് നടപടികൾക്കിടയിൽ 40-45 പേർ മരിച്ചുപോയി. ഞാൻ അങ്ങോട്ടേക്കും പോകുന്നില്ല. 4 തലമുറയായി ഇവിടെ താമസിക്കുന്നവരുടെ പേര് പോലും ഒഴിവാക്കപ്പെടുകയാണ്. അതും തീർപ്പ് കൽപ്പിക്കാനായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതിന് അവരെന്ത് മറുപടി നൽകും? കൂടാതെ ഞങ്ങളെ സംബന്ധിച്ച് ഇതാദ്യമായി സംഭവിക്കുന്ന കാര്യമല്ല. പണ്ട് എന്യൂമറേറ്റർമാർ വീടുകൾ തോറും വന്ന് എന്യൂമറേഷൻ നടത്തി പോകുമായിരുന്നു. ആ സമയത്ത് വോട്ടിന്റെ പേരിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. മരിച്ചുപോയ വോട്ടർ, ഇത് ഇലക്ഷൻ കമ്മീഷണറുടെ ഡ്യൂട്ടിയാണ്. മരിച്ചുപോയ വോട്ടറെ നിങ്ങൾ വർഷങ്ങളായി ഇവിടെ നിലനിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് അത് നീക്കം ചെയ്യുന്നതിന് പകരം നിങ്ങൾ ശരിയായ വോട്ടറെയാണ് നീക്കം ചെയ്യുന്നത്. ഇതിന്റെ ആഘാതം മുഴുവൻ വിഭാഗത്തെയും ബാധിച്ചു. ഇവിടുത്തെ TMC MLA BJP-യെ ഖണ്ഡിക്കുന്നു. BJP MLA പറഞ്ഞതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഇവിടുത്തെ TMC MLA സ്ഥാനാർത്ഥി പറയുന്നത്, ഈ മേഖലയിൽ വ്യാപകമായ തൊഴിലില്ലായ്മയുടെയും ജോലി ദൗർലഭ്യത്തിന്റെയും കാര്യത്തിൽ കേന്ദ്രത്തിനും കുറ്റമുണ്ട് എന്നാണ്.